ഹലോ ഫ്രണ്ട്സ്, പൈത്തൺ ബേസിക്സ് ഫോർ ബിഗിനേഴ്സ് എന്ന വീഡിയോ സീരീസിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു 30 days ചലഞ്ചാണ് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ആദ്യത്തെ ക്ലാസ്സിൽ അബൌട്ട് ഈസ് പൈത്തൺ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. മാത്രമല്ല ഗൂഗിൾ കൊളാബ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു പൈത്തൺ പ്രോഗ്രാം ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ വീഡിയോസ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ട് ആ വീഡിയോസ് കാണുക. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ബേസിക് ലെവലിൽ നിന്നാണ് നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പ്രോഗ്രാമിങ്ങിന്റെ ബേസിക് ഒന്നുമില്ലാത്ത ഒരാൾക്കും ഈ ക്ലാസ്സുകൾ കണ്ട് വളരെ എളുപ്പത്തിന് പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ അധികം വൈകാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രിന്റ് ഫംഗ്ഷൻ. The print function in Python is used to display information on the screen. സ്ക്രീനിൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് പ്രിന്റ് ഫംഗ്ഷൻ. പ്രിന്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പൈത്തണിലെ ആദ്യത്തെ പ്രോഗ്രാം ചെയ്താലോ? നമ്മൾ ആദ്യം തന്നെ ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ ഗൂഗിൾ കൊളാബ് എന്ന് ടൈപ്പ് ചെയ്തു. അതിൽ കാണുന്ന ഗൂഗിൾ കൊളാബ് എന്ന ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൊളാബ് നോട്ട്ബുക്കിലേക്കാണ് വരുന്നത്. ഇതിനു മുന്നേ നമ്മൾ ചെയ്ത കുറച്ച് പ്രോഗ്രാംസ് എല്ലാം ഇവിടെ കാണും. നിങ്ങൾ അതിനുശേഷം ന്യൂ നോട്ട്ബുക്ക് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെയാണ് നമുക്ക് നമ്മുടെ കോഡ് എഴുതിയത്. അപ്പോൾ പ്രിന്റ് ഫംഗ്ഷൻ ആണ് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത്. പ്രിന്റ് ഒരു ഹലോ വേൾഡ് എന്ന പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡബിൾ കോട്ട്സ് ഇടുക. അതിൻ്റെ അകത്തായി എന്താണ് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. ഹലോ വേൾഡ്. അതിനുശേഷം റൺ ചെയ്യുക. അപ്പോൾ ഇതാണ് ഹലോ വേൾഡ് എന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇനി നമുക്ക് വീണ്ടും ഒരു പ്രിന്റ് ഫംഗ്ഷൻ കൂടി ചെയ്താലോ? പ്രിന്റ് ഹായ് കോഡ് വിത്ത് ബിനൂസ്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഹായ് കോഡ് വിത്ത് ബിനൂസ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമുക്ക് ലഭിച്ചു. ഇൻ കേസ് നമ്മൾ ഇവിടെ ഡബിൾ കോട്ട്സ് ഇടാൻ മറന്നുപോയി, അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. പ്രിന്റ് ജസ്റ്റ് ഒരു ഹായ് മാത്രം നിങ്ങൾ കൊടുത്തു. അതിനുശേഷം നിങ്ങളിവിടെ റൺ ചെയ്തു. ഹായ് എന്ന് പറയുന്ന നെയിം ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ എറർ വന്നിരിക്കുന്നത്. കാരണം പ്രിന്റ് ഫംഗ്ഷനകത്ത് ഡബിൾ കോട്ട്സിൽ ഇടുന്ന എന്താണോ അതാണ് ഡയറക്റ്റ് ആയിട്ട് അവിടെ പ്രിന്റ് ആവുന്നത്. നിങ്ങൾക്ക് എന്താണോ സ്ക്രീനിൽ പ്രിന്റ് ചെയ്യേണ്ടത് അവിടെ പ്രിന്റ് ഫംഗ്ഷനകത്ത് എഴുതുക. അപ്പോൾ നമ്മുടെ സിമ്പിൾ പൈത്തൺ പ്രോഗ്രാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയബിൾ. വാട്ട് ഈസ് എ വേരിയബിൾ? അപ്പോൾ എന്താണ് ഒരു വേരിയബിൾ? പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എന്താണ് വേരിയബിൾ എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെ വീട്ടിലൊരു ബോക്സ് ഉണ്ട്, ഒരു കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ കാർഡ്ബോർഡ് ബോക്സിലേക്ക് ഒരു ദിവസം നിങ്ങളൊരു 100 രൂപ ഇട്ടു. ദ വെരി നെക്സ്റ്റ് ഡേ നിങ്ങൾ ആ കാർഡ്ബോർഡ് ബോക്സിലേക്ക് ഒരു 200 rupees കൂടി ഇട്ടു. ഓക്കെ, അതായത് ഈ ബോക്സിലേക്ക് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പൈസ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ബോക്സിന് നിങ്ങൾ തന്നെ ഒരു പേര് കൊടുക്കുക. എന്താണ്? സേവിങ്സ് ബോക്സ്. അതായത് ഈ സേവിങ്സ് ബോക്സിൽ 100 ആവട്ടെ 200 ആവട്ടെ തൊട്ടടുത്ത ദിവസം ചിലപ്പോൾ ഒരു 500 നോട്ടായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. എത്ര രൂപ ഇട്ട് കഴിഞ്ഞാലും ആ ബോക്സിന്റെ പേരെന്താ നിങ്ങൾ വിളിക്കുന്ന? സേവിങ്സ്. വേറെ ആരോടെങ്കിലും നിങ്ങൾ പറയുകയാണ് ആ സേവിങ്സ് ബോക്സ് അങ്ങ് എടുക്കൂ എന്ന് പറഞ്ഞാൽ എന്താ എടുക്കുക? നിങ്ങൾ ആ നോട്ട് കളക്ട് ചെയ്തിട്ട് വെക്കുന്ന, സ്റ്റോർ ചെയ്തിട്ട് വെക്കുന്ന ബോക്സ് ആയിരിക്കും നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ടാവുക. ഈ ഒരു കോൺസെപ്റ്റും നമ്മുടെ വേരിയബിൾ ആയിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കുക. എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ വേരിയബിൾ വരുന്നത്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എങ്ങനെയാണ് വേരിയബിൾ വരുന്നത് മനസ്സിലാക്കാം. ഓക്കെ, വേരിയബിൾസ് ആർ നെയിംഡ് കണ്ടെയ്നേഴ്സ് ഫോർ സ്റ്റോറിംഗ് ഡാറ്റ. ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നെയിംഡ് കണ്ടെയ്നേഴ്സ് ആണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം ഈ പൈസ, അതായത് ഈ നോട്ടുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഈ ബോക്സിന് നിങ്ങളൊരു പേര് കൊടുത്തു, സേവിങ്സ് എന്ന പേര് കൊടുത്തു അല്ലേ? അതായത് ഈ ഒരു സ്റ്റോറേജ് സ്പേസിന് നിങ്ങളൊരു പേര് കൊടുത്തു, സേവിങ്സ്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് നടത്തണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു അഡീഷൻ പ്രോഗ്രാം ചെയ്യണം. അഡീഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം എത്ര വേരിയബിൾസ് വേണം 2 നമ്പർ അഡീഷൻ നടത്താൻ. 1, 2 എന്ന് പറയുന്ന 2 നമ്പേഴ്സാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ 2 വേരിയബിൾസ് വേണം. A = 1, B = 2. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കാം. അപ്പോൾ വേരിയബിൾസ് എന്ന് പറയുന്നത് എന്താ? ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നെയിംഡ് കണ്ടെയ്നേഴ്സ് ആണ്. അടുത്തത്, ദ വാല്യൂ ഓഫ് എ വേരിയബിൾ ക്യാൻ ചേഞ്ച് ഡ്യൂറിംഗ് ദ പ്രോഗ്രാം. പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പ്രോഗ്രാം വേരിയബിളിൻ്റെ വാല്യൂ മാറാം. ഇപ്പോൾ ഈ സേവിങ്സ് ബോക്സിലേക്ക് ആദ്യത്തെ ദിവസം നിങ്ങൾ 100 രൂപയായിരുന്നു ഇട്ടത്. അന്ന് ആ സേവിങ്സ് ബോക്സിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 100 rupees ആയിരുന്നു. തൊട്ടടുത്ത ദിവസം നിങ്ങൾ 200 rupees കൂടി ഇട്ടു അല്ലേ? അപ്പോൾ ഓരോ ദിവസം ആ വേരിയബിളിന്റെ വാല്യൂ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേരിയബിൾസ് മേക്ക് ഇറ്റ് ഈസി ടു റീയൂസ് ആൻഡ് മാനിപ്പുലേറ്റ് ഡാറ്റ ഇൻ പ്രോഗ്രാംസ്. അതായത് പ്രോഗ്രാംസിൽ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത് എന്തിനാ? നമുക്ക് ഈസി ആയിട്ട് ഡാറ്റാസ് റീയൂസ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്.
ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിൽ ഒത്തിരി ബോക്സുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു ബോക്സ് നിങ്ങൾ പൈസ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു കാർഡ്ബോർഡ് ബോക്സ് നിങ്ങൾ നിങ്ങളുടെ ജ്വല്ലറി ഐറ്റംസ്, അതായത് വളകൾ, മാലകൾ, അങ്ങനെയുള്ള ജ്വല്ലറി ഐറ്റംസ് ആണ് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിന് ജ്വല്ലറി ബോക്സ് എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഓരോ ബോക്സും എന്തിനാ കറക്റ്റ് ആയിട്ട് ഏതൊക്കെ വേരിയബിൾസ് ആണ് അതിൽ സ്റ്റോർ ചെയ്യുന്നതെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ ബോക്സസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊരു റിയൽ ലൈഫ് സിനാരിയോ ആയിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നതാണ്. അപ്പോൾ എന്താണ് വേരിയബിൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ വേരിയബിൾസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി വേരിയബിൾസ് എങ്ങനെയാണ്, വേരിയബിൾസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് പ്രോഗ്രാംസ് ചെയ്യുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നിങ്ങൾ ഡിക്ലെയർ ചെയ്തു. അതിൽ നിങ്ങൾ 5 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. ബി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിന് 6 എന്ന വാല്യൂ കൊടുത്തു. ക്ലിയർ ആയോ? ഇനി നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്താ? പ്രിന്റ് ഫംഗ്ഷൻ. ഓക്കെ, പ്രിന്റ് എ. ഇനി നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഒന്ന് നോക്കിയാലോ. പ്രിന്റ് എ എന്ന് ഡിസ്പ്ലേ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താ? 5. അതായത് എയിലുള്ള വാല്യൂ ആണ് ഇവിടെ പ്രിന്റ് ചെയ്തത്. ഇനി ഇവിടെ തന്നെ നിങ്ങൾ പ്രിന്റ് ഡബിൾ കോട്ട്സിനകത്താണ് എ ഇടാന്ന് നോക്കുക. ഡബിൾ കോട്ട്സിനകത്തായിട്ടാണ് എ എന്ന ലെറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ വാല്യൂ പ്രിന്റ് ചെയ്യുന്നത് നോക്കാം. പ്രിന്റ് എ, ഫസ്റ്റ് പ്രിന്റ് എ എന്ന് പറയുന്നത് എയുടെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്നത്. സെക്കൻഡ് പ്രിന്റ് എ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ലെറ്റർ തന്നെയാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായല്ലോ. നേരത്തെ നമ്മൾ ഹായ് എന്ന് പ്രോഗ്രാം ചെയ്തപ്പോൾ ഹായ് നെയിം ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതി കാണിച്ചല്ലോ. ക്ലിയർ ആയോ? ഇവിടെ കണ്ടോ, ഹായ്, പ്രിന്റ് ഹായ്, നെയിം ഹായ് ഈസ് നോട്ട് ഡിഫൈൻഡ്. അതായത് ഒരു പ്രിന്റ് ഫംഗ്ഷൻ അകത്തായിട്ട് ഡബിൾ കോട്ട്സിനകത്തല്ല എഴുതുന്നതെങ്കിൽ സിസ്റ്റം എന്താ വിചാരിക്കുന്നത്, ഇത് ഏതോ ഒരു വേരിയബിൾ ആണ്, ആ വേരിയബിൾ ആണ് വാല്യൂ ആണ് ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത്. പക്ഷേ ഹായ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മളിവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ടോ, ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമുക്കിവിടെ നെയിം ഹായ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന ഔട്ട്പുട്ട് വന്നത്. ആയാലോ, എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 6. ഇനി ബിയുടെ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യണം. നമ്മൾ എന്താ ചെയ്യുക, പ്രിന്റ് ബി എന്ന് കൊടുത്താൽ ബിയുടെ വാല്യൂ ആയിരിക്കും അവിടെ പ്രിന്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി നമുക്ക് ബി ഈക്വൽ ടു ആ ഒരു രീതിയിലാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെയ്യുക, സെമിക്കോൺ ഡബിൾ കോട്ട്സിനകത്തായിട്ട് എന്ത് കൊടുക്കണം. അപ്പോൾ എന്താ ചെയ്യുക, ആദ്യം തന്നെ ഒരു ഡബിൾ കോട്ട്സ് ഇടാം. ഡബിൾ കോട്ട്സിൻ്റെ അകത്തായിട്ട് നമുക്ക് എന്താ വേണ്ടത്, ബി ഈക്വൽ ടു. അപ്പോൾ അതാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ബി ഈക്വൽ ടു. ഇനി നമുക്ക് വേണ്ടത് ബിയുടെ വാല്യൂ ആണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു കോമ ഇടാം. ബിയുടെ വാല്യൂ ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ബി എന്ന് പറയുന്ന വേരിയബിളിലാണ്. സോ ബി ഈക്വൽ ടു ബി എന്ന് കൊടുക്കുക. അതിനുശേഷം റൺ ചെയ്യുക. അപ്പോൾ ബി ഈക്വൽ ടു 6. അതുപോലെ തന്നെ ഇവിടെ എയുടെ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യണം. എ ഈക്വൽ ടു എന്നാണെങ്കിൽ എ ഈക്വൽ ടു എന്ന് കൊടുക്കുക. അതിനുശേഷം ഒരു കോമ ഇടുക, ദെൻ എ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ, റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ, എ ഈക്വൽ ടു 5. ഇനി നമുക്ക് നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ എഴുതാം. നെയിം ഈക്വൽ ടു ബിനൂസ്. നമ്മുടെ കോഡ് വിത്ത് ബിനൂസ് എന്ന് നമുക്ക് കൊടുക്കാം. നെയിം ഈക്വൽ ടു കോഡ് വിത്ത് ബിനൂസ്. അതിനുശേഷം നമുക്ക് നെയിമിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ എ ഈക്വൽ ടു 10 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തു. ശേഷം ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുന്ന മറ്റൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ക്യാപിറ്റൽ ലെറ്റർ എ ഈക്വൽ ടു 100. ഇനി ഈ വാല്യൂസ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോവുകയാണ്. പ്രിന്റ് ഡബിൾ കോട്ട്സിനകത്തായിട്ട് സ്മോൾ ലെറ്റർ എ ഈക്വൽ ടു കോമ എയുടെ വാല്യൂ. അതിനുശേഷം പ്രിന്റ് ഫംഗ്ഷൻ എഴുതുക. പ്രിന്റ് ഡബിൾ കോട്ട്സിനകത്തായിട്ട് ക്യാപിറ്റൽ ലെറ്റർ എ ഈക്വൽ ടു ദെൻ ക്യാപിറ്റൽ ലെറ്റർ എയുടെ വാല്യൂ. അതിനുശേഷം നമുക്ക് കോഡ് റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നോക്കാമല്ലോ. സ്മോൾ ലെറ്റർ എ ഈക്വൽ ടു 10, ക്യാപിറ്റൽ ലെറ്റർ എ ഈക്വൽ ടു 100. അതായത് കേസ് സെൻസിറ്റീവ് ആണ്. അതായത് സ്മോൾ ലെറ്റർ എ ആണെങ്കിലും ക്യാപിറ്റൽ ലെറ്റർ എ ആണെങ്കിലും അത് രണ്ടും ഒരു വേരിയബിൾ ആയിട്ടല്ല പ്രോഗ്രാമിങ്ങിൽ കണക്കാക്കുന്നത്, പൈത്തണിൽ കണക്കാക്കുന്നത്. പൈത്തനെ സംബന്ധിച്ചിടത്തോളം അത് രണ്ട് ഡിഫറെൻറ്റ് വേരിയബിൾസ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ ഒരു 100 എന്ന വാല്യൂ ആണ് വേണ്ടത്. പക്ഷെ നിങ്ങളിവിടെ കൊടുത്തപ്പോൾ 100 എന്ന വാല്യൂവിന് പകരം നിങ്ങൾ സ്മോൾ ലെറ്റർ എ ആണ് പ്രിന്റ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക 10 എന്ന വാല്യൂ ആയിരിക്കും. കാരണം സ്മോൾ ലെറ്റർ എയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 10 എന്ന വാല്യൂ ആണ്. ക്യാപിറ്റൽ ലെറ്റർ എയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 100 എന്ന വാല്യൂ ആണ്. അടുത്തതായിട്ട് നിങ്ങളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അണ്ടർസ്കോർ ഡിജിറ്റ് ഈക്വൽ ടു 20. അതുപോലെ തന്നെ 1B എന്ന് പറയുന്ന മറ്റൊരു ഡിജിറ്റ് നിങ്ങൾ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ വാല്യൂ നിങ്ങൾ 23 ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഇനി ഈ രണ്ട് വാല്യൂസ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് പ്രിന്റ് ഫംഗ്ഷൻ ഫസ്റ്റ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് ഡിജിറ്റ് എന്ന് പറയുന്ന വാല്യൂ ആണ്. പ്രിന്റ്
ഡിജിറ്റ് അണ്ടർസ്കോർ ഡിജിറ്റ് ദെൻ പ്രിന്റ് 1b. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 1b എന്ന് പറയുന്നതിൽ നമുക്കൊരു എറർ ലഭിച്ചു. എന്താ? ഇൻവാലിഡ് ഡെസിമൽ ലിറ്റർ ഇൻവാലിഡ് ആണെന്നാണ് വന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ 1 എന്ന് പറയുന്നത് മാറ്റുക, ജസ്റ്റ് ബി മാത്രമായിട്ട് എഴുതുക, അതിനുശേഷം അതിൻ്റെ വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അണ്ടർസ്കോർ ഡിജിറ്റ് ഈക്വൽ ടു 20. അപ്പോൾ അത് ഇവിടെ കറക്റ്റായിട്ട് ആൻസർ വന്നിട്ടുണ്ട്. പ്രിന്റ് അണ്ടർസ്കോർ ഡിജിറ്റ് ഈക്വൽ ടു 20 ദെൻ പ്രിന്റ് ബി ഈക്വൽ ടു 23. വേരിയബിൾ നെയിം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലെറ്റർ ഓർ അണ്ടർസ്കോർ വെച്ചിട്ടായിരിക്കണം. നമ്മളിപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തു. മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. അതുപോലെ cannot സ്റ്റാർട്ട് വിത്ത് എ നമ്പർ. ഒരു നമ്പർ വെച്ച് വേരിയബിൾ നെയിം ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. അടുത്തത് എന്താ? ക്യാൻ ഓൺലി കണ്ടെയ്ൻ ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആൻഡ് അണ്ടർസ്കോർ. ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ A to Z ഉം സ്മോൾ ലെറ്റർ A to Z ഉം അതുപോലെ തന്നെ അണ്ടർസ്കോർ മാത്രമേ വേരിയബിൾ നെയിംസിൽ വരാവൂ. അടുത്തത് ഇത് കേസ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ. അടുത്ത പോർഷനിലേക്ക് നമുക്ക് പോകാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഡാറ്റ ടൈപ്സിനെ കുറിച്ചാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡാറ്റ ടൈപ്സ് ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇൻറ്റ്, സെക്കൻഡ് വൺ ഫ്ലോട്ട്, str സ്ട്രിംഗ്, ബൂളിയൻ, നൺ ടൈപ്പ്. അതായത് ഇൻറ്റിജർ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കറിയാം 1, 2, 3, 4, 5 അങ്ങനെയുള്ള നമ്പേഴ്സ് എല്ലാം എന്താ? ഇൻറ്റിജർ നമ്പേഴ്സ് ആണ്. ആ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പാണ് ഇൻറ്റ്, INT. അതുപോലെ തന്നെ 4.5, 6.5 അങ്ങനെ പോയിന്റ് വരുന്ന വാല്യൂസ് ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള വാല്യൂസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്സ്. അടുത്തതാണ് സ്ട്രിംഗ്. ഒരാളുടെ പേര് സ്റ്റോർ ചെയ്യണം, ബിനൂസ് അല്ലെങ്കിൽ അമൃത അല്ലെങ്കിൽ റോഷൻ അങ്ങനെയുള്ള നെയിം നമുക്ക് സ്റ്റോർ ചെയ്യണം. അതായത് അത് സ്ട്രിംഗ് വാല്യൂസ് ആണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്ട്രിംഗ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്. അടുത്തത് ബൂളിയൻ വാല്യൂ. ബൂളിയൻ എന്ന് പറയുന്നത് എന്താ? ട്രൂ ഓർ ഫോൾസ് വാല്യൂസ് വരുന്നില്ലേ? അത്തരത്തിലുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് BOOL എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. അടുത്തത് നൺ ടൈപ്പ്. അതായത് നൾ വാല്യൂസ്, 0 എന്ന് പറയുന്ന മീനിങ് കിട്ടുന്നതിന് വേണ്ടി നൾ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പാണ് നൺ ടൈപ്പ് എന്ന് പറയുന്നത്. ഇൻ പൈത്തൺ ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ വാട്ട് കൈൻഡ് ഓഫ് എ വാല്യൂ എ വേരിയബിൾ ക്യാൻ ഹോൾഡ്. ഒരു വേരിയബിളിൽ ഏത് ടൈപ്പ് വാല്യൂ ആണ് ഹോൾഡ് ചെയ്യുന്നത് അതിനെയാണ് ഡാറ്റ ടൈപ്പ് എന്നതുകൊണ്ട് സ്പെസിഫൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ A=10 എന്ന് പറയുന്ന വാല്യൂ ആണ് നിങ്ങൾ കൊടുത്തത്. അപ്പോൾ ഇവിടെ A എന്ന് പറയുന്ന വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കും? ഇൻറ്റിജർ ആയിരിക്കും. കാരണം 10 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. അതായത് പൈത്തൺ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഫോർ എക്സാമ്പിൾ അപ്പോൾ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ സംബന്ധിച്ച് ഒരു ഇൻറ്റിജർ വാല്യൂ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടെ ഇൻറ്റ് A ഈക്വൽ ടു 10 എന്ന് കൊടുക്കേണ്ടി വന്നേനെ. കാരണം A എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. അതുകൊണ്ട് അതിനെ ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടി ഇൻറ്റ് എന്ന് പറയുന്ന അത് ഉപയോഗിക്കണം. അതിനുശേഷം ഇൻറ്റ് A ഈക്വൽ ടു 10 അങ്ങനെയാണ് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയ പൈത്തനെ സംബന്ധിച്ചിടത്തോളം പൈത്തണിൽ A ഈക്വൽ ടു 10 എന്ന് ജസ്റ്റ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? കമ്പ്യൂട്ടർ എന്താ മനസ്സിലാക്കുന്നത്? A എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വേരിയബിൾ ആണ്. ഇനി ഇതിന്റെ ടൈപ്പ് A എന്ന് പറയുന്ന വേരിയബിളിന്റെ ടൈപ്പ് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? പ്രിന്റ് ടൈപ്പ് ഓഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്തായിട്ട് A എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുക. ദെൻ നമുക്കിത് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? ക്ലാസ് ഇൻറ്റ്. അതായത് A എന്ന് പറയുന്ന വേരിയബിൾ ഒരു ഇൻറ്റിജർ ടൈപ്പാണ്. ഇനി അടുത്തൊന്ന് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ബിഗ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ പ്രിന്റ് ചെയ്തു. അതിലേക്ക് നമ്മൾ 100.123 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തു. ദെൻ നമുക്കിതിൻ്റെ ടൈപ്പ് ഒന്ന് പ്രിന്റ് ചെയ്താലോ? ഇവിടെ ടൈപ്പ് ഓഫ് ബിഗ്. ഇനി നമുക്കിത് റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ ക്ലാസ് ഫ്ലോട്ട്, അതായത് ബിഗ് എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ്. അതുപോലെ തന്നെ ഇസ് ഡിജിറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു, വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ആ വേരിയബിളിലേക്ക് നമ്മൾ ട്രൂ എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. നമുക്കറിയാം ട്രൂ എന്ന് പറയുന്നത് ഒരു ബൂളിയൻ വാല്യൂ ആണ് അല്ലേ? അപ്പം അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ടൈപ്പ് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ്, ഇവിടെ എന്താ പറയുന്നത്? ബൂൾ എന്ന് പറയുന്ന ടൈപ്പാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ അടുത്തത് പഠിച്ചൊരു ഡാറ്റ ടൈപ്പാണ് നൺ ടൈപ്പ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നാണ് ടൈപ്പ് കൺവേർഷൻ. We can convert between data types using built-in functions.
ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആയ ഇൻറ്റ്, ഫ്ലോട്ട്, സ്ട്രിംഗ്, ലിസ്റ്റ്, ട്രിപ്പിൾ, എക്സെട്ര ഇതെല്ലാം ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. അതായത് ഓൾറെഡി നമ്മുടെ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാമിങ്ങിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫങ്ഷൻസ് ആണ്. ഈ ഫങ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഡാറ്റ ടൈപ്സ് കൺവേർഷൻ നടത്താം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് പ്രോഗ്രാം ചെയ്ത് പഠിക്കാം. കൺവേർഷൻസ് ആണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ടൈപ്പ് കൺവേർഷൻസ് തന്നെ പൈത്തണിൽ 2 ടൈപ്പ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻസ് ആണ്. അതായത് ഡയറക്റ്റ് ആയിട്ട് പൈത്തണിൽ തന്നെ നടക്കുന്ന ഒരു കൺവേർഷൻ ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് a=10 എന്ന് പറയുന്ന ഒരു വാല്യൂ സ്റ്റോർ ചെയ്തു. അതിനുശേഷം b=20.1 എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ നിങ്ങൾ സ്റ്റോർ ചെയ്തു. അതിനുശേഷം ഇതിന്റെ രണ്ടിന്റെ സം നിങ്ങൾ കണ്ടു. s=a പ്ലസ് b. ദെൻ നമ്മൾ ഇതിനെ പ്രിന്റ് ചെയ്യുകയാണ്. നിങ്ങൾ പ്രിന്റ് ചെയ്തു. പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. 20.1. അതായത് ഈ 2 നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്. അതായത് ഇംപ്ലിസിറ്റ് ആയിട്ട് പൈത്തൺ തന്നെ ആ ഒരു 2 ഇൻറ്റിജേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഇൻറ്റിജർ നമ്പറും ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്കൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് തന്നെയാണ് റിസൾട്ട് ആയിട്ട് വന്നത്. ഇനി എങ്ങനെയാണ് ടൈപ്പ് കൺവേർഷൻസ് നടത്താമെന്ന് നോക്കാം. a=10.1 എന്ന് പറയുന്ന ഒരു വാല്യൂ നിങ്ങൾ ആഡ് ചെയ്തു. അതിനുശേഷം b=5 എന്ന് പറയുന്ന ഒരു വാല്യൂ സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ ടൈപ്പ് കൺവേർഷൻ നടത്താൻ പോവുകയാണ്. ഇൻറ്റ് എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നിങ്ങൾ സ്റ്റോർ ചെയ്തിട്ട് ആ വേരിയബിളിലേക്ക് ഇൻറ്റ് ഓഫ് എന്ന ഫംഗ്ഷൻ വിളിച്ചു. ഇൻറ്റ് ഓഫ് എന്താ എ കൊടുക്കുക. അതിനുശേഷം ഇൻറ്റ് ബി എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഇൻറ്റ് ഓഫ് ബി കൊടുക്കുക. അതായത് നമുക്കറിയാം ഇവിടെ ടൈപ്പ് കൺവേർഷൻ ആണ് നടത്താൻ പോകുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എങ്ങനെയാണ് ഇത് വരുന്നതെന്ന്. ആദ്യം തന്നെ ഇൻറ്റ് എ എന്ന് പറയുന്നത് അവിടെ പ്രിന്റ് ചെയ്യുക. അതിനുശേഷം ഇൻറ്റ് ബി എന്ന് പറയുന്ന അവിടെ പ്രിന്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ എന്താ വരുന്നത് നോക്കാം. പ്രിന്റ് ഇൻറ്റ് ഓഫ് എ എന്ന് പറയുമ്പോൾ 10.1 പകരം 10 ആണ് വന്നത്. കാരണം അവിടെ ഇൻറ്റ് എ ഇൻറ്റ് ഓഫ് ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂവിനെ ഇൻറ്റിജർ ആക്കാനായിട്ട് ഒരു കൺവേർഷൻ നമ്മൾ യൂസ് ചെയ്തു, ഇൻറ്റ് ഓഫ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ 10 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തത്, പ്രിന്റ് ചെയ്ത് വന്നത്. അതുപോലെ b=5 എന്നാണ് നമ്മൾ സ്റ്റോർ ചെയ്തത്. ഇവിടെ ഇൻറ്റ് ഓഫ് ബി, അതായത് ഓൾറെഡി ഇൻറ്റിജർ നമ്പർ ആണ്. ടൈപ്പ് കൺവേർഷൻ ഇൻറ്റ് ഓഫ് ബി എന്ന് ചെയ്തു. അതിനുശേഷം ഇൻറ്റ് ബിയിൽ അത് സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇവിടെ വാല്യൂ വന്നിരിക്കുന്നത് എന്താ 5 എന്നാണ്. പക്ഷെ നോക്കാം. x=123 എന്ന് ടൈപ്പ് ചെയ്തു. y=45.67 2 നമ്പേഴ്സ് നമ്മൾ സ്റ്റോർ ചെയ്തു. അതിനുശേഷം ഈ 2 നമ്പേഴ്സിന് സ്ട്രിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. x_str string of x, y_str string of y. അതിനുശേഷം നമ്മളിവിടെ പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റ് ഓഫ് x_str-ഉം y_str-ഉം പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താ 123.45.67. അതായത് സ്ട്രിംഗ് ആവുമ്പോൾ എന്താ ഇവിടെ എന്താണോ നമ്മൾ പ്രിന്റ് ചെയ്തത് അത് തന്നെയാണ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ y=45.67 എന്നൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറാണ്. നമുക്ക് ഇനി അതിനെ ഇൻറ്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ z=int ഓഫ് y എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് പോയിന്റിനെ നമ്മൾ ഇൻറ്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം നമ്മളവിടെ ഇസഡിന്റെ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യുകയാണ്. ദെൻ അതിന്റെ ടൈപ്പ് കൂടി നമുക്ക് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് type of z. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാം z എന്ന് പറയുന്നത് 45 ആയിട്ട് മാറി. കാരണം അതൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിരുന്നു 45.67. അതിനെ നമ്മൾ ഇൻറ്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്തു, ഇസഡിലേക്ക് സേവ് ചെയ്തു. ഇൻറ്റ് ഓഫ് y=z ആയി. അതിനുശേഷം അതിന്റെ ടൈപ്പ് നമ്മൾ പ്രിന്റ് ചെയ്തു, ക്ലാസ് ഇൻറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഇൻ പൈത്തൺ. ഔട്ട്പുട്ട് ഓപ്പറേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചല്ലേ. സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് പ്രിന്റ് ഫംഗ്ഷനാണ്. ഇനി അതിന് വേണ്ടി ഇൻപുട്ട് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും വാല്യൂ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇൻപുട്ട് ഫംഗ്ഷൻ. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിലേക്ക് ഇൻപുട്ട് ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇൻപുട്ട് ഓഫ് എന്താ വേണ്ടത്, നെയിമാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി എൻ്റർ നെയിം. ഇനി ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ എൻ്റർ യുവർ നെയിം, നമ്മുടെ നെയിം എഴുതാനുള്ള സ്പേസ് വന്നു കണ്ടോ. ഇവിടെ നമ്മൾ നെയിം കൊടുക്കണം. സപ്പോസ് ഇവിടെ ബിനൂസ് എന്ന് പറയുന്ന നെയിമാണ് കൊടുക്കുന്നതെങ്കിൽ നെയിം എന്ന് പറയുന്നത് ഈ വേരിയബിളിലേക്ക് ഈ വാല്യൂ ആയിരിക്കും ഇവിടെ എൻ്റർ ആവുന്നത്. ക്ലിയർ ആയോ? ഇനി നമുക്കിവിടെ നെയിം പ്രിന്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ എന്താ ചെയ്യേണ്ടത്, പ്രിന്റ് നെയിം ഇവിടെ പ്രിന്റ് ചെയ്ത് വരുന്നു. ഓക്കെ, വീണ്ടും റൺ ചെയ്യുന്നു. റൺ ചെയ്യുമ്പോൾ ഇവിടെ നെയിം എൻ്റർ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സപ്പോസ്
ദിയ എന്ന് പറയുന്ന നെയിമാണ് നമ്മളിവിടെ എൻ്റർ ചെയ്തത്. അതിനുശേഷം ദിയ എന്ന പേര് അവിടെ പ്രിന്റ് ചെയ്തു. ക്ലിയർ ആയല്ലോ? ഇപ്പൊ നേരത്തെ നമ്മളൊരു സമ്മിന്റെ പ്രോഗ്രാം ചെയ്തില്ലേ, ഈ പ്രോഗ്രാം തന്നെ വാല്യൂസ് ഇൻപുട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. അതായത് എയുടെ വാല്യൂ ബിയുടെ വാല്യൂ കമ്പ്യൂട്ടറിലേക്ക് റീഡ് ചെയ്യുക, അതിനുശേഷം സം കാണുക, സം കാണുന്നതിന് ശേഷം സം അവിടെ പ്രിന്റ് ചെയ്യുക. ഇത്തരത്തിലാണ് നിങ്ങൾ പ്രോഗ്രാംസ് ചെയ്ത് പഠിക്കേണ്ടത്. അതായത് ഇപ്പൊ നമ്മൾ വേരിയബിൾ എന്താണ്, ഡാറ്റ ടൈപ്സ് എന്താണ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻ എങ്ങനെയാണ് പൈത്തണിൽ ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നിങ്ങൾ സ്വന്തമായിട്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രോഗ്രാംസ് എല്ലാം ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തനിയെ എറേഴ്സ് വരും. ഈ എറേഴ്സ് വരുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്, എവിടെയാണ് തെറ്റ് സംഭവിച്ചത്, ആ ഒരു ഭാഗം ക്ലിയർ ആക്കാൻ നോക്കുക. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായിട്ട് പതിയെ പതിയെ പരിചയപ്പെടുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതാണ്. മാത്രമല്ല കൂടാതെ നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്ട്രാ വരുന്ന പ്രാക്ടീസ് പ്രോഗ്രാംസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വളരാം. കോഡ് വിത്ത് ബിനൂസ് എന്നാണ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ പേര്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക്